മറക്കാനാവാത്ത ഗാനങ്ങളുടെ രാജശില്പിക്ക് വിട. പി ജയചന്ദ്രൻ അന്ത്യാഞ്ജലി പൂങ്കുന്നത്തെ വീട്ടിൽ പൊതുദർശനം അല്പസമയത്തിനകം. സംഗീത നാടക അക്കാദമിയിൽ 10 മണി മുതൽ. സംസ്കാരം നാളെ പറവൂരിൽ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വഴി തേടി ബോബി ചെമ്മണ്ണൂർ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യും. പ്രതിഷേധം തുടരാൻ ബോബി അനുകൂലികൾ. DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ പ്രതികളായ കോൺഗ്രസ് നേതാക്കളെ ഇന്ന് ചോദ്യം ചെയ്തേക്കും. പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത് IC ബാലകൃഷ്ണൻ MLA അടക്കം 4 നേതാക്കളെ. N പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ 4 മാസത്തേക്ക് നീട്ടി. നടപടി ചീഫ് സെക്രട്ടറിയുടെ മെമ്മോയ്ക്ക് മറുപടി നൽകാത്തതിനാൽ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലായിരുന്ന ഗോപാലകൃഷ്ണനെ തിരിച്ചെടുത്തു. കോഴിക്കോട് കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമിയുടെ ഡ്രൈവറെയും കാണാനില്ലെന്ന് പരാതി. കക്കോടിക്കാരൻ രജിത് കുമാറിനെ കാണാതായത് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയതിന് പിന്നാലെ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ തുടർ നിയമ നടപടികൾ ആലോചിച്ച് കോൺഗ്രസ്. 4 പ്രതികളുടെ ശിക്ഷ സ്റ്റേ ചെയ്തതിനെതിരെ മേൽക്കോടതികളെ സമീപിക്കും. പുറത്തിറങ്ങിയ CPM നേതാവ് KV മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമൊഴിയാൻ പ്രക്ഷോഭം തുടങ്ങും. കടുത്ത വിഭാഗീയ ചേരിപ്പോരിനിടെ ആലപ്പുഴയിൽ CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് R നാസറിനെ വെട്ടി വിശ്വസ്തരെ കൊണ്ടുവരാൻ കരുക്കൾ നീക്കി സജി ചെറിയാൻ പക്ഷം. രമേശ് ചെന്നിത്തലയുടെ പുതിയ രാഷ്ട്രീയ നീക്കം. NSS SNDP പിന്തുണ ഉറപ്പാക്കിയതിന് പിന്നാലെ ദളിത് വിഭാഗങ്ങൾക്കൊപ്പം. തലസ്ഥാനത്ത് ദളിത് കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തയ്യാറെടുപ്പ്. ദേശീയ തലത്തിലെ ദളിത് നേതാക്കളെ എത്തിക്കും. News 18 എക്സ്ക്ലൂസീവ്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ തുടർ നടപടികളുമായി അന്വേഷണ സംഘം. MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനെ കസ്റ്റഡിയിലെടുക്കാൻ ക്രൈംബ്രാഞ്ച്. ചോദ്യപേപ്പർ ചോർത്തിയത് ഷുഹൈബ് തന്നെയെന്ന് നിഗമനം.